ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 5-6 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഗരാറ ടോപ്പാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് ബോഡി പാർട്ട്. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം കറക്റ്റായിട്ടുള്ള ഒരു ക്ലോത്ത് നമുക്കിതൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം നീളവും വീതിയും ഒക്കെ നോക്കിയിട്ട് ലൈനിങ്ങിൽ നിന്നും ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് 4 ഫോൾഡായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി വെക്കുക. ആദ്യം നമുക്ക് ഈ ഫോൾഡ് ചെയ്തിട്ടുള്ള വശത്തു നിന്നും ലെങ്ത്താണ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം 6.5 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് സീം അലവൻസോടും കൂടിയിട്ട് ഞാൻ ഒപ്പാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. ആം ഹോൾ 1.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ലീവ് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് ആം ഹോൾ കുറച്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുക, അതുപോലെ വേസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കർവായിട്ട് വരച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വരച്ചതിലൂടെ ഇതേ അളവിൽ നമ്മൾ നല്ല തുണിയിലും കട്ട് ചെയ്തെടുക്കുക. ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഇതിന് നമുക്ക് സ്ട്രാപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ലെങ്ത്ത് 8 ഇഞ്ചാണ്. വിഡ്ത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വിഡ്ത്ത് കുറച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ മടക്കി സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ട് മറച്ചെടുത്തതാണിത്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെക്ക് വൈഡ് മാർക്ക് ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. സെൻറ്ററിൽ നിന്നും 2 ഇഞ്ച് ഇങ്ങോട്ടും 2 ഇഞ്ച് പുറത്തേക്കും മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഈ സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നല്ല ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്ട്രാപ്പ് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉറപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പിൻ ചെയ്തെടുക്കുകയോ ചെയ്യാം. എന്നിട്ട് നല്ല വശം ഉള്ളോട്ടേക്കാക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മളിതിൻ്റെ ഇതേ ഷേപ്പിൽ ആം ഹോളൊക്കെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ചെറിയ കട്ടിങ് ഇങ്ങനെ ചരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇത് നമ്മളിങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശത്ത് വെച്ചിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ അവിടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കതിൻ്റെ അടുത്ത പാർട്ടും കൂടിയും വെക്കുക. അപ്പോൾ ആദ്യം ലൈനിങ്ങിൻ്റെ മുകളിൽ നെക്ക് വൈഡൊക്കെ മാർക്ക് ചെയ്തിട്ട് ഈ സ്ട്രാപ്പ് ആദ്യം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ക്ലോത്തും വെച്ച് കൊടുത്തിട്ട് നമ്മൾ മറ്റേത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് വൈഡാണ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സ്ട്രാപ്പ് ആ സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ക്ലോത്തിൻ്റെ നല്ല വശം ഉൾഭാഗത്തേക്കാക്കിയിട്ട് ഇതും അതേ ഷേപ്പിൽ തന്നെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മറിച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വശവും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് മറിച്ചെടുത്തിട്ട് ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തുമ്പം ചെസ്റ്റ് മാർക്ക് ചെയ്ത 6.5 ഈ സെൻറ്റർ ഭാഗത്ത് 6.5 വരുന്ന വിധത്തിൽ ടോട്ടൽ 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വേസ്റ്റും സെൻറ്റർ ഭാഗത്ത് 6 ഇഞ്ച് വരുന്ന രൂപത്തിൽ ടാപ്പ് വെച്ചിട്ട് 12 ഇഞ്ച് വേസ്റ്റും മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഇങ്ങനെ ഇതാ വരച്ച് എടുക്കുക. എന്നിട്ട് അതിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് നോക്കുക. ഇത് രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടിയായിട്ടാണ് ഞാനിതിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. അതായത് 12 കൂട്ടിയതാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അതിന് 24ൻ്റെ 3 ഇരട്ടിയായിട്ടാണ് ഞാൻ ഈ ക്ലോത്തിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. നീളം 10 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ക്ലോത്ത് കൂടുതൽ പ്ലീറ്റൊക്കെ വേണമെങ്കിൽ 4 ഇരട്ടിയായിട്ടൊക്കെ എടുക്കാം. എന്നിട്ട് ഇത് രണ്ട് സൈഡും കൂട്ടി അടിച്ച് പിന്നെ ബോഡി പാർട്ടിൻ്റെ സൈഡും നമ്മളെ താഴെ സ്കേർട്ട് പാർട്ടിൻ്റെ സൈഡും ഒരുപോലെ കൂട്ടി യോജിപ്പിച്ചിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ഇതിനെ 4 പാർട്ടാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് സ്കേർട്ട് പാർട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്ലീറ്റ് ഇടാൻ എല്ലാ വശത്തേക്കും ഒരുപോലെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്കേർട്ടിനൊക്കെ പ്ലീറ്റ് ഇട്ട് കൊടുക്കും പോലെ 4 പാർട്ടാക്കിയിട്ട് ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ടിനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്ലീറ്റായിട്ടല്ല കേട്ടോ, നമ്മൾ 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റായിട്ടാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. നല്ല വൃത്തിയിൽ നമ്മളിങ്ങനെ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ റൗണ്ടിൽ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗരാറ ടോപ്പ് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാ ഗരാറ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു രീതി തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രോക്കും കുഞ്ഞു മക്കൾക്ക് ഫ്രോക്കും ചെയ്തെടുക്കാം. അപ്പം ബോഡി പാർട്ടിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടിയെടുക്കുക. അതുപോലെ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്താൽ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കുള്ള ഫ്രോക്കും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം.
താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക.